ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വീട്ടിൽ മിൻഹാക്കിച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുറെ നാളെയില്ലേ ഇപ്പൊ അവരെ കണ്ടിട്ട്. സൗദിയിലായ സമയത്ത് നമ്മൾ എന്നും അവരൊക്കെ കാണുന്നതാണ്. പിന്നെ ഞാൻ അവിടെ കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞാനാണെങ്കിൽ കുറച്ചു നേരം പോയി ടി വി കണ്ടു കേട്ടോ. വരുന്നവരെ എനിക്ക് സമാധാനമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരു എപ്പോഴാ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനുണ്ടല്ലോ മെസ്സേജ് അയച്ച് സ്പോട്ടിൽ അവർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മിൻഹാക്കച്ച് കയറി വന്നപ്പോഴേ വ്ലോഗുമായിട്ടാണ് കേട്ടോ വരുന്നത്. എല്ലാം വന്നപ്പോൾ എനിക്ക് ചെറിയൊരു നാണം ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാവർക്കും അങ്ങനെ ആണല്ലോ. പിന്നെ ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് അകത്തോട്ട് കയറ്റിയിരുത്തി. അപ്പോഴത്തേക്കും എൻ്റെ ഉമ്മയാണെങ്കിൽ ജ്യൂസൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും ജ്യൂസൊക്കെ കൊടുത്തു കേട്ടോ. എൻ്റെ മനസ്സിൽ ഫുള്ളെന്ന് പറഞ്ഞാൽ ഇവരെങ്ങോട്ട് പാർക്കിലൊക്കെ പോകാനൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും ഉമ്മ പറഞ്ഞു നമുക്ക് ഫുഡ് മേടിക്കാൻ വേണ്ടി പോകാം. വേണ്ടിയിട്ട് റെഡി ആവുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഇതാണെങ്കിൽ അക്കച്ചക്കച്ചിയുടെ വ്ലോഗിനകത്ത് എല്ലാം കാണിച്ചു കൊടുക്കുമായിരുന്നു. വേറെ ഒന്നുമല്ല കേട്ടോ, ഈ അലമാരിക്കകത്തിരിക്കുന്ന ഞങ്ങളുടെ ബ്യൂട്ടി പ്രോഡക്ട്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നേ. അലമാരിക്കുന്ന അലങ്കോരമായി കിടക്കുകയാണ് ഗൈസ്. അത് ഞാൻ കാണിക്കണം എന്നൊക്കെ കുറേ പറഞ്ഞതാണ്. പക്ഷെ അക്കച്ചത് കുറേ ഫ്രഷ് നമ്മളെ കാണിച്ചു കൊടുത്ത് പിന്നെ നാണം കെടുത്തി ഗൈസ്. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ജന്നാക്ക് പനിയാണ്. വീട് ഫുള്ള് ചുറ്റിക്കറങ്ങി അവിടെ ഇവിടെ എല്ലാം കൊണ്ട് തലയിടിപ്പിക്കും കേട്ടോ ജന്ന. അതുകൊണ്ടാണ് നമ്മളിന്ന് പുറത്തുനിന്ന് ഫുഡ് മേടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യാറ്. ഞാനും മാമി അക്കച്ചി അണ്ണനും കൂടാണ് കേട്ടോ പോയത്. പിന്നെ എൻ്റെ ഉമ്മയാണ് കേട്ടോ വണ്ടി ഡ്രൈവ് ചെയ്തത്. ആദ്യം മാമ അത് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ആണെങ്കിൽ മാമക്കൊരു ഓട്ടം കിട്ടിയപ്പോൾ മാമ ഓട്ടത്തിന് പോയി. അതുകൊണ്ട് ഞങ്ങൾ തന്നെ പോയി മേടിക്കേണ്ട അവസ്ഥ വന്നു. ഞങ്ങൾ നേരെ പോയത് ഫലക്കിലോട്ടായിരുന്നു കേട്ടോ. അക്കച്ചി എൻ്റെ പുറകിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ നേരത്തെ ഓർഡർ കൊടുത്തിട്ടുള്ളായിരുന്നു. ഞങ്ങൾക്ക് നേരത്തെ ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാണിച്ച 2 പേരുണ്ടല്ലോ, അതിനകത്ത് എൻ്റെ ടീച്ചറാണ് കേട്ടോ. ഞങ്ങളുടെ സ്കൂളിൽ 0 പീരീഡ് എന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ദുബായ് എന്ന് പറഞ്ഞ സ്ഥലം അങ്ങോട്ട് പോയി ഗൈസ്. അവരൊന്ന് കാണിക്കാൻ വേണ്ടി പോയതാണ്. ഈ അക്കച്ചിയുടെ പുറകെ ഇരുന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സഫ്നയുടെ നാട്, ഇതാണ് സഫ്നയുടെ സ്ഥലം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ദുബായിൽ നിന്നൊക്കെ വിട്ട് നേരെ അങ്ങോട്ട് വീട്ടിലോട്ടായിരുന്നു കേട്ടോ. വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ വേറൊരു സാരി നോക്കി. വേറെ ഒന്നുമല്ല കേട്ടോ, ഞങ്ങളുടെ 2 കൂട്ടറുടെ വണ്ടിയും അർബൻ ക്രൂസറാണ് കേട്ടോ. നമ്പർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരേ കൂട്ടാണ് കേട്ടോ കാണാനൊക്കെ. ഇന്ന് മേൽഭാഗം കാണിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോവായിരുന്നു കേട്ടോ. മേളിൽ പട്ട ഇട്ടേക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തുറക്കാൻ കുറച്ച് പാട് കിട്ടു. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഗൈസ്. ഇതാണ് ഞങ്ങളുടെ മേൽഭാഗം. പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കയറാറുണ്ട് കേട്ടോ. അക്കച്ചൊന്ന് കാണിച്ചെടുക്കാൻ വേണ്ടി കയറിയതാണ് ഇങ്ങോട്ട്. ഈ കാണിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ഒട്ടയ്ക്കത്തിട്ടതാണ്. ഞങ്ങൾ പിന്നെ അവിടുത്തെ ഷീൽഡ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി കേട്ടോ. അക്കച്ചി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വെച്ച് വീഡിയോ എടുക്കുമായിരുന്നു. ഉമ്മി പോയിട്ടാണെങ്കിൽ ഫുഡൊക്കെ സെറ്റാക്കി വെക്കുമായിരുന്നു കേട്ടോ. ഈ നമ്മളാണെങ്കിൽ ഒരു 10 എണ്ണത്താക്കി വെക്കണ്ടേ, ഞങ്ങൾ അത് ചെയ്യും.